പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2026 മെയ് മാസം കേരളത്തിൽ അതിപ്രധാനമായിട്ടുള്ളൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകും. ആ തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് കേരളത്തിലെ 3 മുന്നണികൾ. ഇടതുപക്ഷം ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടെങ്കിലും അതിൽ നിന്ന് കരകയറി മൂന്നാം ഭരണം എങ്ങനെയും കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ്. മുഖ്യമന്ത്രി തന്നെ എല്ലാ ജില്ലകളിലും കയറി ഇറങ്ങുകയാണ്. മറുഭാഗത്ത് UDF ആകട്ടെ, അവർക്ക് വലിയ ആത്മധൈര്യമുണ്ട്. ആത്മധൈര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ 10 വർഷത്തിന് ശേഷം മെയ് മാസത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനത്തിലാണ് അവർ ഏർപ്പെട്ടിട്ടുള്ളത്. മറുഭാഗത്ത് NDA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുന്നണിയുണ്ട്, BJPയുടെ നേതൃത്വത്തിലുള്ള മുന്നണി. ആ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ള പ്രതീക്ഷയൊന്നും അവർക്കില്ലെങ്കിലും അവരും ഏതാണ്ട് 1-2 ഡസൻ സീറ്റുകളെങ്കിലും പിടിക്കണം എന്നുള്ള ഒരു വാശിയിൽ അവരും തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ തങ്ങൾ പിടിച്ചെടുത്തു, അത് വലിയൊരു സൂചനയാണ്. തിരുവനന്തപുരത്തിൻ്റെ 2 മണ്ഡലത്തിൽ തങ്ങൾ ഇപ്പോൾ തന്നെ മുന്നിലാണ്. 2ാം സ്ഥാനത്ത് നിൽക്കുന്ന പല മണ്ഡലങ്ങളുമുണ്ട്. അതുകൊണ്ട് ഒരു 1-2 ഡസൻ സീറ്റുകളെങ്കിലും തങ്ങൾ പിടിച്ചെടുക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരും തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്നത്. സുഹൃത്തുക്കളെ, എനിക്ക് ഈ വീഡിയോയിലൂടെ എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, എൻ്റെ പ്രേക്ഷകരോട് പൊതുമണ്ഡലത്തിനോടും പ്രത്യേകിച്ച് BJP അണികളോടും പറയാനുള്ളത്, അത് വെറും ദിവാസ്വപ്നമായിരിക്കും എന്നാണ്. 1-2 ഡസൻ സീറ്റുകളൊക്കെ നേടാം എന്നൊക്കെ പറയുന്നത് ദിവാസ്വപ്നമായിരിക്കും. സീറ്റുകൾ 1-2 എണ്ണമെങ്കിലും കിട്ടിയാൽ പോലും വലിയ അത്ഭുതമായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കിട്ടാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. ഞാൻ നേരത്തെയും വിലയിരുത്തിയിട്ടുണ്ട്. അതിനൊരു ഘട്ടവും കൂടെ കഴിഞ്ഞ് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാരിനെതിരായിട്ടാണല്ലോ തെരഞ്ഞെടുപ്പിൽ മറ്റ് മുന്നണികൾ മത്സരിക്കുന്നത്. ഇപ്പോൾ BJPയുടെ മത്സരം എന്ന് പറയുന്നതും കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിനെതിരായിട്ടാണല്ലോ. UDFിൻ്റെ മത്സരവും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ 2026 മാർച്ചിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDAക്ക് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ഞാൻ പറയാൻ കാരണം, പിണറായി സർക്കാരിനെതിരായിട്ടല്ല അവരുടെ സമരം. അവരാണ് പിണറായി സർക്കാരിനെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. പിണറായി സർക്കാരിനെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്നവർക്ക് തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് സീറ്റ് കിട്ടുക സുഹൃത്തുക്കളെ? UDFിന് തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടുമെന്ന് പറയുമ്പോൾ UDF പിണറായി സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുന്നണിയാണ് എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDA സംബന്ധിച്ചിടത്തോളം അവർ പിണറായി സർക്കാരിനെയാണ് ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്നത്. എൻ്റെ ഏറ്റവും പുതിയ ഒരു കാര്യം ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ പറയും. അവർ പിണറായി സർക്കാരിനെതിരായിട്ടല്ല സമരം, പുറമേ അങ്ങനെയാണ്. പക്ഷേ ഉള്ളാലെ പിണറായി സർക്കാരിനെ നിരന്തരം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ BJP എന്ന് പറയുന്നത്. അതിൻ്റെ 3-4 കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നമ്മൾ ഒന്നുകൂടി റീട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയോട് ശ്രമിക്കുന്നത്. 2017 ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയിൽ പിണറായി വിജയൻ്റെ കൂടെ പങ്കാളിത്തമുള്ള 374.5 കോടി രൂപ ഖജനാവിൽ നിന്ന് നഷ്ടപ്പെട്ടുവെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പറഞ്ഞ ആ കേസിൽ ഉള്ള അപ്പീൽ, പിണറായി വിജയനെ കേരള ഹൈക്കോടതി വെറുതെ വിട്ടതിനെതിരായിട്ടുള്ള അപ്പീല്, ലാവ്ലിൻ കേസിൽ CBI സുപ്രീം കോടതിയിൽ ആ അപ്പീൽ സമർപ്പിച്ചത് 2017 ഒക്ടോബർ 10-നാണ്. 2017 ഒക്ടോബർ 10-ന് 18, 19, 20, 21, 22, 23, 24, 25 എന്ന് പറഞ്ഞാൽ 8.5 വർഷം കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ ആ ലാവ്ലിൻ കേസിൽ അപ്പീൽ സമർപ്പിച്ചിട്ട്. ഏതും മാളത്തിലായിരുന്നു ഈ നരേന്ദ്രമോദി, ഏതും മാളത്തിലായിരുന്നു അമിത്ഷാ, ഏതും മാളത്തിലാണവർ ഇപ്പോഴും? ചോദ്യ. ഇപ്പോൾ പിണറായി സർക്കാരിനെതിരെ സമരം ചെയ്യുന്നവരാണല്ലോ നിങ്ങൾ. കഴിഞ്ഞ 8 വർഷക്കാലമായി പിണറായി വിജയൻ പ്രതിയായിട്ടുള്ള
പ്രതിയാണെന്ന് ജനങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന ഈ കേസിൽ 8 വർഷമായി ലാവ്ലിൻ കേസ് പിന്നെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങൾ? 40-ലധികം തവണ എങ്ങാണ്ട് ബെഞ്ചിൽ വന്നു മാറ്റിവെച്ച ഈ കേസ്, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ 1.5 വർഷമായി ബെഞ്ചിൽ പോലും വരുന്നില്ല എന്ന് മോദിയും അമിത്ഷയും മനസ്സിലാക്കാഞ്ഞിട്ടാണോ? അല്ല, മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. പിണറായി വിജയനെ രക്ഷിക്കാൻ തന്നെയാണ് മോദിയും അമിത്ഷയും ലാവ്ലിൻ കേസ് 8 വർഷക്കാലം സുപ്രീം കോടതിയിൽ വരാതെ കാത്തു സൂക്ഷിച്ചത്. 1.5 വർഷമായി ബെഞ്ചിൽ പോലും വന്നിട്ടില്ല. അതൊന്നാമത്തെ ഉദാഹരണം. രണ്ടാമത്തെ ഉദാഹരണം 2020 സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ഗ്രീൻ ചാനലിലൂടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ വിഷയം പുറത്തു വന്നത് 2020. 21, 22, 23, 24, 25 5 വർഷം കഴിഞ്ഞിട്ടും എവിടെ പോയി സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്? പിണറായി വിജയൻ പ്രതിയാകാമായിരുന്ന കേസായിരുന്നല്ലോ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്. അതിൻ്റെ അവസ്ഥ എന്താണ്? അവിടെയും മോദിയും അമിത്ഷയും ആണ് പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഗൂഢാലോചനയും നടത്തിയത്. അത് രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ അതിനോടനുബന്ധിച്ച് തന്നെ വന്നതാണ് ഡോളർ കള്ളക്കടത്ത് കേസ്. കസ്റ്റംസ് അന്വേഷിച്ചു, ED അന്വേഷിച്ചു. അന്വേഷണം കഴിഞ്ഞ 5 വർഷക്കാലമായി എവിടെ പോയി? മോദിയും അമിത്ഷയും പറയണം. അവരാണ് പിണറായി വിജയനെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. അത് മൂന്നാമത്തെ ഉദാഹരണം. നാലാമത്തെ ഉദാഹരണം പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ പ്രതിയായിട്ടുള്ള മാസപ്പടി കേസ്. ആ മാസപ്പടി കേസിൽ പ്രതിയായിട്ടുള്ള കരിമണൽ കർത്താവ് ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് 25ാമത്തെ തവണയാണ് ഇപ്പോൾ മാറ്റി വച്ചിരിക്കുന്നത്. 25ാമത്തെ തവണ. ആ കേസ് അവിടെ തള്ളിപ്പോയാൽ എറണാകുളത്തെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുണ്ട്, എക്കണോമിക് ഒഫൻസ് കോടതി. അവർ പിണറായി വിജയന്റെ മകൾക്ക് സമൻസ് അയക്കും. ആ കേസ് 25 തവണയായി ഡൽഹി ഹൈക്കോടതിയിൽ മോദിയും അമിത്ഷയും കൂടെ ചേർന്ന് പിണറായി വിജയന് വേണ്ടി മാറ്റിവെച്ചു കൊടുത്ത് പിണറായി വിജയനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനിടയിൽ മോദി എത്ര പ്രാവശ്യം കേരളത്തിൽ വന്നു? ഇതിനിടയിൽ അമിത്ഷാ എത്ര പ്രാവശ്യം കേരളത്തിൽ വന്നു? എന്തൊക്കെ പറഞ്ഞു പോയി? സ്വർണ്ണക്കള്ളക്കടത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലൂടെയാണ് നടത്തുന്നതെന്ന് 2024 മറ്റോ വന്ന് നരേന്ദ്രമോദി കേരളത്തിൽ പ്രസംഗിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. 2019 വന്ന് എന്തൊക്കെയോ ഗ്വാവിളികൾ നടത്തി. അമിത്ഷാ അടുത്ത കാലത്ത് വന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് ശബരിമല പെരുങ്കൊള്ള അന്വേഷണം CBI ഏൽപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അയാൾ ആ പൊടിയും തട്ടി അയാളുടെ വഴിക്ക് പോയി. ഏറ്റവും അവസാനം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ 3ാമത്തെ ടേമിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്ത് വന്ന് പ്രസംഗിച്ചിട്ടപ്പോൾ എന്താ പറഞ്ഞെന്നറിയാവോ? പറഞ്ഞത് കേരളത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ശബരിമല പെരുങ്കൊള്ള അന്വേഷിക്കും. നന്നായിട്ടുണ്ട് നരേന്ദ്രമോദി, നന്നായിട്ടുണ്ട്. കേരളത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ പുഴയിലെ വെള്ളവും വറ്റി തൊടലും പൊട്ടി വന്നാൽ പട്ടി കടിക്കൂന്ന്. അങ്ങനെയാണ് ശ്രീമാൻ നരേന്ദ്രമോദി ഇവിടെ പ്രസംഗിച്ചിട്ട് പോയത്. വേറെ പിണറായി വിജയനെതിരെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ചെയ്തെന്താണെന്നറിയാവോ? ആ സ്റ്റേജിലേക്ക് കയറി വന്ന പിണറായി വിജയനെ നരേന്ദ്രമോദി നഴ്സറി പിള്ളേരുടെ കൈ പിടിക്കുന്നത് പോലെ കൈ പിടിച്ചു കൊണ്ടുപോയി പിണറായിയുടെ കസേരയിൽ ഇരുത്തി. ഇത് വളരെ സിംബോളിക്കാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. ഇത് വളരെ പ്രതീകാത്മകമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. കഴിഞ്ഞ 7-8 വർഷക്കാലമായി നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുതന്നെയാണ്. കൈ പിടിച്ചു കൊണ്ടുപോയി പിണറായി വിജയന്റെ കസേരയിൽ ഇരുത്തുക എന്ന് പറഞ്ഞാൽ കൈ പിടിച്ചു കൊണ്ടുപോയി പിണറായി വിജയനെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുന്ന പണിയാണ് നരേന്ദ്രമോദിയും അമിത്ഷയും കൂടി കഴിഞ്ഞ 7-8 വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുത്തുക എന്നുള്ള ഉദ്ദേശമാണ് മോദിക്കും അമിത്ഷയ്ക്കും എന്നിരിക്കെ അവർക്കെങ്ങനെയാണ് ഇവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്? അവർക്കെങ്ങനെയാണ് ഇവിടെ 2 ഡസൻ പോയിട്ട് 2 സീറ്റെങ്കിലും കിട്ടുന്നത്? കാരണം അവർ പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. വളരെ പരസ്യമായി പിണറായി വിജയനോടുള്ള തൻ്റെ സ്നേഹവും ബഹുമാനവും ശ്രീമാൻ നരേന്ദ്രമോദി ഇവിടെ വെച്ച് പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. എന്തൊരു ബഹുമാനം, എന്തൊരു സ്നേഹം! അരിമ കുട്ടികളെ കുട്ടികളെ കൊണ്ടുപോകുന്നത് പോലെയാണ് കൊണ്ടുവന്ന് കസേരയിലിരുത്തിയത്. അപ്പോൾ
പിണറായി വിജയനെ കസേരയിലിരുത്തുകയും പിണറായി വിജയൻ തുടർന്നും കസേരയിൽ ഇരിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ് നരേന്ദ്രമോദിയും അമിത്ഷയും എന്നതുകൊണ്ട് പിണറായി വിജയനെതിരെ മത്സരിക്കാൻ BJPക്ക് എന്താണ് അവകാശം സുഹൃത്തുക്കളെ? അപ്പം അതുകൊണ്ട് ഒരു വശത്ത് പിണറായി വിജയനെ കസേരയിൽ കൊണ്ടിരുത്തുകയും മറുവശത്ത് പിണറായി വിജയനെതിരെ സംസാരിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് BJP അണികൾക്ക് തന്നെ മനസ്സിലാകും എന്നുള്ളത് കൊണ്ട് BJP അണികളും വൻതോതിൽ ഈ BJPയുടെ നേതൃത്വത്തിനെതിരെ വോട്ട് ചെയ്യും എന്നുള്ളത് കൊണ്ടും BJP ഈ കേരളത്തിൽ തൊടില്ല എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, കാരണം ഞാനൊന്ന് ഉപയോഗിച്ചു പോയി. വട്ടപൂജ്യമായിരിക്കും എന്നാണ് എനിക്ക് കേരളത്തിലെ പൊതുജനങ്ങളോടും കേരളത്തിലെ CPMന്റെ അണികളോടും പ്രത്യേകിച്ച് കേരളത്തിലെ BJP അണികളോടും BJP നേതൃത്വത്തോടും എനിക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പറയാനുള്ളത്.